രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമൊടുക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോകുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് വയനാട് ലോക്സഭാ സീറ്റിന് പകരം ലഭിച്ച രാജ്യസഭാ സീറ്റിൽ ആരാകും സ്ഥാനാർത്ഥിയെന്ന ചർച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ സജീവമായത്. യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ടാകണമെന്ന കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ച പാർട്ടി അധ്യക്ഷനായ സാദിഖ് അലി തങ്ങൾ ലോക്സഭയിലേക്ക് തന്നെ അവരെ പരിഗണിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നതായി വ്യക്തമാക്കിയതോടെ യൂത്ത് ലീഗ് യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ ഇപ്പോൾ രാജ്യസഭയിലേക്ക് PM സലാം, ഫൈസൽ ബാബു, ഹാരിസ് ബീരാൻ, CP ബാവ ഹാജി എന്നീ 4 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഹാരിസ് ബീരാന്റെ പേരിന് പിന്തുണ ഏറെയാണ്. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും നിയമപരിജ്ഞാനവുമെല്ലാം തന്നെ രാജ്യസഭയിൽ നിർണായകമാകുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുണ്ട്. ഡൽഹി KMCC അധ്യക്ഷനാണ് അദ്ദേഹം. എന്നാൽ ഒരു പ്രമുഖ വ്യവസായിയുടെ ആവശ്യപ്രകാരമാണ് ഹാരിസ് ബീരാന് സീറ്റ് നൽകാൻ ലീഗ് തീരുമാനിച്ചത് എന്ന വാർത്തകൾ വന്നിരുന്നു. അത് ലീഗിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ മലപ്പുറത്തെ മുതിർന്ന ലീഗ് നേതാവാണ് CP ബാവ ഹാജി. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും പാർട്ടിയെ കെട്ടിപ്പടുക്കാനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്ന നേതാവ്. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദം എന്നാൽ ഇതുവരെ ജനപ്രതിനിധിയാകാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും പരിഗണനാ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അവസാന ലാപ്പിൽ തഴയപ്പെടുകയും ചെയ്തു. ഈ തവണയും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ പേര് തഴയപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു വരുന്ന വിമർശനം. കോട്ടയ്ക്കൽ നിയമസഭാ സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്ന വാർത്ത പരന്നിരുന്നു. എന്നാൽ പിന്നീട് അത് തഴയപ്പെട്ടു. ആ സീറ്റ് ആബിദ് ഹുസൈൻ തങ്ങൾക്ക് നൽകി. അന്നും ഇതേ പ്രശ്നം തന്നെ ലീഗിൽ തലപൊക്കിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഫൈസൽ ബാബുവിനെ പോലെ യൂത്ത് ലീഗിലെ ഒരാൾക്ക് പരിഗണന നൽകുമ്പോൾ യൂത്ത് ലീഗിലെ തന്നെ ഒരു പ്രബല വിഭാഗം ബാവ ഹാജിക്ക് പിന്തുണ നൽകുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ലീഗിന് തലവേദനയായിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ബാവ ഹാജിയെ തുടർച്ചയായി തഴയുന്നതാണ് ഇപ്പോഴത്തെ തർക്കത്തിന്റെ പ്രധാന കാരണം. ലീഗിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് അദ്ദേഹം. പലപ്പോഴും ലീഗിന്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം തന്നെ താങ്ങായി നിന്ന വ്യക്തി കൂടിയാണ്. അതേസമയം യൂത്ത് ലീഗ് നേതാവായ ഫൈസൽ ബാബുവാണ് രാജ്യസഭാ പരിഗണനാ പട്ടികയിലുള്ള മറ്റൊരാൾ. പ്രാസംഗികൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പരിഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3ാം സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭയിലേക്ക് അവസരം നൽകാമെന്ന കോൺഗ്രസ് വെച്ച ഉപാധിക്ക് മുന്നിലായിരുന്നു ലീഗ് വാശി അവസാനിപ്പിച്ചത്. ആ സമയം മുതൽ രാജ്യസഭയിലേക്ക് ഉയർന്നു കേൾക്കുന്ന പേരാണ് PM സലാമിൻ്റേത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ PM സലാമിന്റെ പേര് ഉണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. സമസ്ത ലീഗ് തർക്കം ഇത്ര വഷളാക്കിയതിന് പിന്നിൽ PM സലാമിന്റെ ചില വാക്കുകളാണ് എന്നുള്ള വിമർശനം ലീഗിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നിരന്തരം ഉയർന്നിരുന്നു. ഒരുപക്ഷെ PM സലാമിനെ ഒതുക്കാനുള്ള നീക്കം മുസ്ലിം ലീഗിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാദവും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് അയക്കാൻ ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ തീവ്ര ശ്രമത്തിന്റെ പൊരുൾ എന്നും ആക്ഷേപമുയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആദ്യം ഉയർന്നിരുന്ന സാഹചര്യത്തിൽ സമസ്തയെ പേടിച്ച് PM സലാമിനെ മാറ്റുന്നു എന്നുള്ള വിമർശനങ്ങൾ ലീഗിൽ പതിവായിരുന്നു. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ചയിൽ നിർണായക തീരുമാനമുണ്ടാവുക തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിലായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്ത ലീഗ് പ്രശ്നം വലിയ തോതിൽ തലപൊക്കിയിരുന്നു. സമസ്തയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ തമ്മിൽ ഭിന്നിപ്പും എതിർപ്പും പ്രകടമായിരുന്നു. അതിനുശേഷം ഹരിത നേതാക്കളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടും വലിയ പരാതികൾ ലീഗിൽ നിന്നും ഉയർന്നു വന്നിരുന്നതാണ്. ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാരിസ് ബീരാന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ ബാവ ഹാജിയെ ഒഴിവാക്കുന്നു എന്നുള്ള വാദം ലീഗിന് വീണ്ടും തലവേദനയാവുകയാണ്. കുഞ്ഞാലിക്കുട്ടി മാറുന്നെന്തെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് മനമാറ്റമുണ്ടാകുമോ എന്നുള്ള ആശങ്ക ലീഗിലുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കുകയും മറ്റു പരിഗണനകൾ കയറി വരാതിരിക്കുകയും ചെയ്താൽ യൂത്ത് ലീഗിൽ നിന്ന് തന്നെയാകും രാജ്യസഭാ പ്രതിനിധി. അതേസമയം ഇക്കാര്യത്തിൽ യൂത്ത് ലീഗ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അവകാശമുന്നയിച്ചാൽ യൂത്ത് ലീഗിന് പുറത്തുള്ള പൊതുമുഖത്തെയാകും പരിഗണിക്കുക. ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ PK കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകുമെന്നുള്ള പ്രചരണത്തിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞാണ് സാദിഖ് അലി തങ്ങൾ കൂടി ഇടപെട്ട് പൊടുന്നനെ നിഷേധ പ്രസ്താവന പുറത്തിറക്കിയത്. ലോക്സഭാ അംഗത്വം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിച്ചതിന്റെ ക്ഷീണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിച്ചത് മുന്നണിയിൽ തന്നെ വിലയിരുത്തലുണ്ടായതാണ്. വീണ്ടും വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും വിധം കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകുന്നത് കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സാദിഖ് അലി തങ്ങൾ ഇക്കാര്യം അസന്നിഗ്ധമായി നിഷേധിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തുക എന്നത് ലീഗിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിന് വിഘാതം ഉണ്ടാക്കുന്ന നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീർ ലോക്സഭയിൽ ഉണ്ടാകുമെന്നതിനാൽ അദ്ദേഹത്തിനെ അവഗണിക്കാനും ആകില്ല.
രാജ്യസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ PMA സലാമിന് സീറ്റ് നൽകേണ്ടി വരുമെന്നതിനാൽ ഇക്കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചില പ്രവാസി വ്യവസായികൾ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രവർത്തകരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്ന നടപടിക്ക് നേതൃത്വം മുതിരാനിടയില്ല. PV അബ്ദുൽ വഹാബിനെ പരിഗണിച്ച പോലെയുള്ള സാഹചര്യമല്ല ഇപ്പോൾ പാർട്ടി അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.